ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. ഞാൻ ഇന്ന് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും കുറച്ച് പുതിയ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയെന്ന് കാണിക്കാട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു തെച്ചി വെറൈറ്റിയാണിത്. ഒരുതരം ലൈറ്റ് ഓറഞ്ചും ബോർഡർ പോലെ ഡാർക്ക് ഓറഞ്ചും കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. എൻ്റെ തെച്ചി കളക്ഷനിൽ വന്ന പുതിയ സുന്ദരിയാണിത്. കുഞ്ഞൻ ചെടിയാണ്, എന്നാലും കുഴപ്പമില്ല, റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചുവപ്പ് തെച്ചി എല്ലാവരുടെ വീട്ടിലും കാണും, പക്ഷേ ഓരോ തെച്ചികൾക്കും ഓരോ പാറ്റേണിലുള്ള ഇലകളായിരിക്കും. ഇപ്പോൾ ഇതേ സെയിം ലീഫുള്ള പിങ്ക് എനിക്കുണ്ട്, അതിൽ ചുവപ്പ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് റെയർ കളക്ഷൻസ് എനിക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ആളെയും കൂടി കിട്ടിയിരിക്കുകയാണ്. ലീഫ് വന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ, സാധാരണ നമ്മുടെ തെച്ചികളുടെയൊക്കെ ലീഫ് ഒന്നായിട്ട് അങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് തെച്ചികളുടെ ലീഫ് വരുന്നത്, ഇതുപോലെ. പക്ഷേ ഇതിൻ്റെ അങ്ങനെ വരില്ല, കൂട്ടത്തോടെ നോർമൽ റോസയുടെയൊക്കെ ഇലകൾ പോലെ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഫ്ലവർ ഉണ്ടാവും. ഇതിൻ്റെ പിങ്ക് ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ അത് ഡാർക്ക് റെഡും കൂടി കിട്ടിയിട്ടുണ്ട്. അടുത്തടുത്തടി ഇതിനെയാണ് വാങ്ങി. ഇതെനിക്ക് ഉണ്ടായിരുന്ന ഒരു റെയറെന്ന് പറയാൻ പറ്റില്ല, കോമൺ വെറൈറ്റി റെഡ് തന്നെയാണ്. പക്ഷെ നശിച്ചു പോയി, മഴ ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് അഴുകിപ്പോയി. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ നാടൻ മെക്സിക്കൻ പെട്ടിയൊന്നുണ്ടല്ലോ, കോല് പോലെ വളരണേ. അപ്പോൾ അതിൻ്റെ പിങ്കും ബ്ലൂവും എനിക്ക് ഉണ്ടായിരുന്നു. ഇത് പ്യൂർ വൈറ്റാണ്. മെക്സിക്കൻ പെറ്റൂണിയുടെ ഇതേപോലത്തെ ബുഷി ടൈപ്പിലെ ബ്ലൂവും പിങ്കും വൈറ്റും ഒക്കെ എനിക്കുണ്ട്. മറ്റേത് വന്നിട്ട് കോല് പോലെ വളരുന്നതാണ്. അതിൽ പിങ്കും ബ്ലൂവും ഓൾറെഡി എനിക്കുണ്ട്. അപ്പോൾ അത് വൈറ്റ് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷം വൈറ്റ് മെക്സിക്കൻ പെറ്റൂണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ആളാണ് വളരെ സ്പെഷ്യൽ. ബിഗി പ്ലാന്റ് എനിക്ക് കിട്ടി. ഇത്രയും വലിയ ചെടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഫ്ലവർ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഉണ്ടാവും. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെയാണ് ഭംഗി. ഇതിനെ വെട്ടി ഇങ്ങനെ കുട്ട പോലെ നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാന്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ നട്ട് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ പ്ലാന്റ് സ്വന്തമാക്കണമെന്ന്. അപ്പോൾ ഇന്ന് അത് ഒരു കവറിലുള്ള തൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ പുറത്ത് പോയപ്പോൾ ഇത്രയും സുന്ദരികളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇതുപോലെ ഞാൻ പുറത്ത് പോകുമ്പോൾ പുതിയ സുന്ദരികളെ വാങ്ങിയിട്ട് വരുന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് നിങ്ങളുമായിട്ട്. ഇതൊന്നും സെയിലില്ല കേട്ടോ, എനിക്ക് ഓരോ പീസ് വീതം കിട്ടി.